ഇന്ന് പാതി നോമ്പാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പാതി നോമ്പിന് ഇണ്ടേറിയപ്പം ഉണ്ടാക്കുമായിരുന്നു. ആ ഇണ്ടേറിയപ്പത്തിൻ്റെ മുകളിൽ കുരുത്തോല കൊണ്ട് ചെറിയൊരു കുരിശും ഇങ്ങനെ എടുത്തു വയ്ക്കും. അന്നും നമുക്കറിയില്ല. ഇന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ച് കേൾക്കും, മനസ്സിലാകും. പണ്ട് കാലത്തൊക്കെ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നോമ്പ് കാലത്തൊക്കെ സ്ലീവ് അങ്ങനെ ഉയർത്തി വയ്ക്കും. പിന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇന്ന് സ്ലീവായിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ഈ കഴിഞ്ഞുപോയ ദിനങ്ങളൊക്കെ എങ്ങനെയാണ് പോയതെന്ന് തിരിച്ചറിയാനൊരു അവസരമാണ് ഈ പാതി നോമ്പ്. രണ്ടാമതായിട്ട് ഈ നോമ്പുകാലം ഒരു തീർത്ഥാടനമല്ല, ഒരു തീർത്ഥാടക സമൂഹം ഇങ്ങനെ പോവുകയാണ് ഉദ്ധാന തിരുനാളിന് വേണ്ടി ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ. ആരെങ്കിലൊക്കെ നോമ്പുകാലത്തൊക്കെ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ നോമ്പെടുക്കാൻ വിട്ടുപോകുകയോ നോമ്പ് മുറിഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമതിങ്ങനെ ഓർപ്പെടുത്തും, തൽപരർക്ക്, ഇനിയും താല്പര്യമുള്ളവർക്ക് ഈ തീർത്ഥാടക സമൂഹത്തിൻ്റെ കൂടെ കയറി വരാം. ഈ നോമ്പിൻ്റെ മേഖലകളിലേക്ക്, ആത്മീയ ഉണർവിലേക്ക് വരാൻ ഒരവസരം കൂടി തുറന്നിടുന്ന ക്ഷണത്തിൻ്റെ ദിവസമാണ് ഈ പാതി നോമ്പ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വെച്ചുകൊണ്ട് ഇനിയൊരു അവസരം കൂടിയുണ്ട്. ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ, ആർക്കൊക്കെ താല്പര്യമുണ്ടോ, അവർക്ക് വീണ്ടും നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലേക്ക് വരാൻ സഭ ഒരുക്കിയിടുന്ന ക്ഷണമുള്ള ദിവസമാണ് ഈ പാതി നോമ്പ്. ദൈവം സമൃദ്ധമായി നോമ്പുകാലത്തിൽ ഒരുങ്ങുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഇന്നു മുതൽ വീണ്ടും നോമ്പിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ആത്മീയ ഉണർവിനു വേണ്ടി ആഗ്രഹിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.